എന്തേ കഷ്ട, ഇതിന്റെ പേരറിയാൻ പാടില്ലല്ലേ മോനെ? ഇത് പേരിടാത്ത ഒരു മൃഗമാണ്. തൽക്കാലം ഇതിനെ ദിവാകരൻ എന്ന് വിളിച്ചോളൂ. അയ്യോ വേണ്ട വേണ്ട, അതെന്റെ അച്ഛന്റെ പേരാ. അപ്പൊ കറക്റ്റായി. പുള്ളിക്കാരൻ മദ്യപിച്ച 4 കാലില്ല. എടാ, നീ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ കുഞ്ഞ് അക്ഷരം അറിയാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കും. നാളെ അപ്പു വരുന്നതിന്റെ സന്തോഷത്തിലാവള്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പഴയതുപോലെ അവൻ വരുമ്പോ നീ വഴക്കുണ്ടാക്കാൻ നിന്നാൽ അവരവരുടെ കൊച്ചിനെ എടുത്തുണങ്ങ പൊള്ളാച്ചിക്ക് പോകും. അല്ലേലും വെച്ചിട്ട് മൂക്കത്തല്ലേ ചുണ്ടി. ഒരു ചെറിയ കാര്യം മതിയല്ലോ പ്രശ്നം ഉണ്ടാക്കാൻ. ആ, അങ്ങനെയാണേ കൊള്ളാം. നിങ്ങൾ വിട്ടോ, ഇവിടെ അടുത്തല്ലേ. ഞാനും അച്ചു അങ്ങ് എത്തിക്കോളാം. ഓക്കെ ബൈ. ബാല കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞിട്ട് മതി. അച്ചു കാശ് വാങ്ങിക്കാൻ കമ്മിറ്റി ഓഫീസിലേക്ക് പോകും. ആ സമയത്ത് നീ ഫീസ് ഊരിയാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഈ പാമ്പിനെ കൊണ്ട് വലിയ ശല്യമല്ലോ. മനുഷ്യനെ കൊണ്ട് സോഡ കുറിപ്പിക്കില്ല. അങ്ങോട്ട് മാറി കിടക്കുമ്പേ. എടാ, നീ ഇത് 3ാമത്തെ സോഡയാ കുടിക്കുന്നത്. ഗ്യാസ് കയറിയാ പിന്നെ ശിവന് താണോ വാടാൻ പറ്റിയതാ. ഗ്യാസിന് കയറാറിയെങ്കിൽ ഇറങ്ങി പോകാൻ വഴി അറിയാ. ആശാസനം പാടോക്ക്. അളയ ശിവ, ഒരു ബീഡിങ് എന്ന് താരക്ക് നീ വിളിച്ചാലേ ഭീഷ്മര് പിന്നെ കരിഞ്ഞോൾ കർണായി പോവും. എന്നാ സൂക്ഷിച്ചു വലിക്ക്. അളയ വിഘ്നകത്ത് പേങ്കറും ഭയങ്കര കടി. ലേഡീസ് വിഗാനും കയറും. എന്താണ് ഇത്? വേഷം തീർന്നു പറഞ്ഞ ഒറ്റയ്ക്കാ കുടിക്കുക. ഒഴിക്കടായിരിക്കും. എനിക്കും ഒഴിക്കും. 2 പക്കൂതി അവിടെ വേണം. അടുത്ത സീനിൽ മാറണ്ട. എന്റെ കോസ്റ്റ്യൂംസ് എടുക്കാൻ മറന്നുപോയി. വാഷ് ചെയ്യാൻ കൊണ്ടുപോയതാ. നമ്മുടെ റൂമിലിരിപ്പുണ്ട്. എടാ, അടുത്ത രംഗത്തേക്കല്ലേ. നീ ടെൻഷൻ ആവണ്ട. വേഗം പോയി എടുത്തു വന്നാ മതി. ചെല്ലേ.
ഭരതനും പ്രകാശനും സാക്ഷി പറഞ്ഞുകൊണ്ട് മാത്രം പാവം നമ്മുടെ അച്ചുവട്ടൽ ലോക്കപ്പിലായത്. കണ്ട കാര്യം ഞങ്ങൾ പോലീസിനോട് പറഞ്ഞോളൂ. ബലാത്സംഗ ശ്രമത്തിനിടയ്ക്ക് തലയ്ക്ക് ക്ഷതമേറ്റാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. പോരാത്തതിന് അച്ചുവാണെങ്കിൽ നല്ല വെള്ളമായിരുന്നു. ഇവനൊക്കെ കള്ളു ഒടിച്ചു കഴിഞ്ഞാൽ എന്ത് പോക്കത്തിലും കാണിക്കും. എന്തായാലും അച്ചു എങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നില്ല. സ്വന്തം കൂടപ്പിറപ്പിനോട് സ്നേഹമില്ലാത്തവല്ലേ എങ്ങനെയാ അവന്റെ ഭാര്യയോട് സ്നേഹം കാണിക്കുന്നത്? സ്നേഹിക്കാൻ പോയതാ ഇപ്പൊ കുഴപ്പമായത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തേക്കണത്. അച്ചുവട്ടൻ നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിഞ്ഞോളൂ. അല്ല ശവദാഹം എപ്പോഴാ? അപ്പു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒന്ന് മാറുന്നേ. അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഒരു ജീവനെന്തോ ഉറപ്പാ. റിമാൻഡ് കഴിഞ്ഞാൽ കോടതിയിൽ വീണ്ടും ഹാജരാക്കും. നല്ല വക്കീലാണെങ്കിൽ തൽക്കാലം ജാമ്യത്തിലിറക്കാം. നല്ലൊരു വക്കീലിനെ തന്നെ ഏർപ്പാടാക്കണം. അവൻ പുറത്തിറങ്ങണം. അവൻ ജയിലിൽ കിടക്കാൻ പാടില്ല. അത് ഞാൻ കിടന്നോളാം. അവനെ കൊന്നിട്ട്